നമസ്കാരം. ഗാനജാലകത്തിലേക്ക് സ്വാഗതം. ഗായകൻ, സംഗീത സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് എം ജി രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ സ്മൃതി ദിനമാണ് ജൂലൈ 2. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 16 വർഷങ്ങളായിരിക്കുന്നു. കാലം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്. എം ജി രാധാകൃഷ്ണനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗീത പാരമ്പര്യത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. പ്രശസ്ത സംഗീതജ്ഞനായ മലബാർ ഗോപാലൻ നായരുടെയും ഹരികഥ എന്ന കലാരൂപത്തിൽ പ്രാവീണ്യം നേടിയ കമലാക്ഷി അമ്മയുടെയും മൂത്ത മകനായി 1940 ജൂലൈ 29 ഹരിപ്പാടാണ് അദ്ദേഹം ജനിച്ചത്. കർണാടക സംഗീതജ്ഞ ഡോക്ടർ കെ ഓമനക്കുട്ടി ഏക സഹോദരിയാണ്. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ എം ജി ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ അനുജനുമാണ്. എന്തിനേറെ പറയുന്നു, ആധുനിക തലമുറയിലെ ശ്രദ്ധേയനായ ഗായകൻ ഹരിശങ്കർ പോലും ആ പാരമ്പര്യത്തിൻ്റെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണ്. ഡോക്ടർ കെ ഓമനക്കുട്ടിയുടെ ചെറുമകനാണ് ഹരിശങ്കർ. അങ്ങനെ തികച്ചും പാരമ്പര്യം കൊണ്ട് സംഗീത ബോധം വന്ന ഒരു ആളാണ് എം ജി രാധാകൃഷ്ണൻ. തൻ്റെ തട്ടകം സംഗീതമാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹം സംഗീത കോളേജിൽ സംഗീത പഠനം ആരംഭിച്ചത്. അതിൽ നല്ല രീതിയിൽ അദ്ദേഹം ഉന്നത വിജയം നേടുകയും ചെയ്തു. എന്തായാലും സംഗീത പഠനം കഴിഞ്ഞ് 1962 ആണ് ആകാശവാണിയിൽ തമ്പുരു ആർട്ടിസ്റ്റായി അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത്. ക്രമേണ ലളിതഗാനങ്ങൾ ഒരുക്കുന്ന വിഭാഗത്തിലേക്ക് അദ്ദേഹം മാറുകയും അദ്ദേഹത്തിൽ നിന്ന് ലളിതഗാനങ്ങൾ ആകാശവാണിയിലൂടെ ശ്രോതാക്കൾ കേൾക്കാനിടയാവുകയും ചെയ്തു. അക്കാലത്ത് ആകാശവാണിയിലെ ലളിതഗാനങ്ങൾ വെറും നേർച്ചപ്പാട്ടുകളായി മാറിയിരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് വലിയ മാറ്റം വരുത്താതെ ഉള്ള പാട്ടുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതിന് ലളിത സംഗീതത്തിൻ്റെ ഒരു പരിവേഷം കൊടുത്തുകൊണ്ട് ദേവരാജൻ മാസ്റ്റർ എങ്ങനെയാണോ ചലച്ചിത്ര ഗാനങ്ങളെ സ്വതന്ത്രവും നീതിയുക്തവുമാക്കിയത്, അതുപോലെ എം ജി രാധാകൃഷ്ണൻ ലളിതഗാനങ്ങൾക്ക് പുത്തൻ മേൽവിലാസമുണ്ടാക്കി. അതുകൊണ്ട് ലളിതഗാനങ്ങളുടെ ചക്രവർത്തി എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആകാശവാണിയിലെ ദേവരാജൻ ആയിട്ടാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത്. എന്തായിരുന്നാലും ആകാശവാണിയിൽ അദ്ദേഹം എത്തിയതോടെ, ലളിതഗാനങ്ങൾ ചെയ്യാൻ തുടങ്ങിയതോടെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കുറേ ഗാനരചയിതാക്കളും അന്ന് പാട്ടെഴുതാനുണ്ടായിരുന്നു. കാവാലം നാരായണപ്പണിക്കർ, പൂവച്ചൽ ഖാദർ തുടങ്ങി പലരും ലളിതഗാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. പ്രത്യേകിച്ച് രാധാകൃഷ്ണൻ്റെ പാട്ടുകൾക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദോപര യുഗസന്ധിയിൽ എന്ന പാട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോഴൊക്കെ വളരെ പ്രശസ്തമായി മാറിയ ഒന്നാണ്. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധയെ ഉറക്കമായോ എന്ന പാട്ട് മറ്റൊന്ന്. അഷ്ടപതിയിലയം തുള്ളിത്തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്ത്, ഇങ്ങനെ എടുത്തെടുത്തു പറയുന്ന ഒരുപാട് ലളിതഗാനങ്ങളുണ്ട്, നമുക്ക് മറക്കാനൊക്കാത്ത ലളിതഗാനങ്ങൾ. ഈ ലളിതഗാനങ്ങൾക്ക് കിട്ടിയ വേറൊരു ഗുണം, അക്കാലത്ത് യുവജനോത്സവങ്ങളിലും മറ്റും നമ്മുടെ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ ഈ പാട്ടുകളാണ് പാടി നിരവധി തവണ സമ്മാനങ്ങൾ കരസ്ഥമാക്കിയത്. ഇന്ന് കേൾക്കുമ്പോൾ പോലും ആ പാട്ടുകൾക്ക് പുതുമയുണ്ട്. അങ്ങനെയുള്ള ഒരു ഈണത്തിലാണ് അദ്ദേഹം ഓരോ പാട്ടും ഒരുക്കിയിട്ടുള്ളത്. കാവാലം നാരായണപ്പണിക്കരും എം ജി രാധാകൃഷ്ണനും ചേർന്നാണ് ആകാശവാണിക്ക് വേണ്ടി കൂടുതൽ പാട്ടുകളും ഒരുക്കിയിട്ടുള്ളത്. രചനയിലും സംഗീതത്തിലും കടന്നു വന്ന നാടോടി തനിമ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫോക്ക്ലോർ ടച്ച്, ശ്രോതാക്കൾക്ക് ഏറെ പ്രിയങ്കരമായി. രചനയിൽ കാവാലവും സംഗീതത്തിൽ എം ജി രാധാകൃഷ്ണനും പ്രത്യേകം അത് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് ആ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും.
കാവാലം രചിച്ച് എം ജി രാധാകൃഷ്ണൻ ചിട്ടപ്പെടുത്തി യേശുദാസ് പാടി ആകാശവാണി പ്രക്ഷേപണം ചെയ്ത ഏറെ ശ്രദ്ധേയമായ ഘനശ്യാമ സന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി എന്ന ഗാനത്തിൻ്റെ പിറവി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ ഇന്ത്യൻ റെയിൽവേ റെസ്റ്റോറൻറ്റിൽ നിന്നാണെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും എന്നെനിക്കറിയില്ല. എന്നാൽ സത്യം അതാണ്. ഒരു സന്ധ്യാനേരത്ത് അവിടെ ഭക്ഷണം കഴിക്കാനായി കാവാലവും എം ജി രാധാകൃഷ്ണനും ഇരിക്കുമ്പോൾ പുറത്ത് മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. മഴ പെയ്യുന്നുമില്ല, എന്നാൽ പെയ്യും എന്ന് തോന്നലുളവാക്കുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം. അപ്പോൾ ആ അന്തരീക്ഷത്തെക്കുറിച്ച് കാവാലം എന്തോ പറയുകയും രാധാകൃഷ്ണൻ അതൊരു പാട്ടാക്കി നമുക്ക് മാറ്റിയാലോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. ആക്കാം എന്ന് സമ്മതിച്ചിട്ട് അന്ന് അവർ പിരിഞ്ഞു. പിന്നീട് കാവാലം എഴുതി ഏൽപ്പിച്ച വരികളാണ് ഘനശ്യാമ സന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി എന്ന പാട്ട്. രാധാകൃഷ്ണൻ നോക്കിയപ്പോൾ ഘനശ്യാമം എന്നാണ് ആ വരികൾ തുടങ്ങുന്നത്. തുടക്കത്തിലെ ആ ഘനം വന്നപ്പോൾ അദ്ദേഹത്തിന് അതത്ര ഹിതകരമായില്ല. അദ്ദേഹം കാവാലത്തിനോട് തന്നെ തുറന്നു പറഞ്ഞു, തുടക്കത്തിലെ ഈ ഘനം വന്നാൽ ഗാനത്തിന് ഭംഗി വരില്ല, അതുകൊണ്ട് ആ ഭാഗം ഒന്ന് മാറ്റി എഴുതി തന്നാൽ ഉപകാരമായി എന്ന്. എന്തോ കാവാലം വഴങ്ങിക്കൊടുത്തില്ല. കാവാലം പറഞ്ഞു, എൻ്റെ ഈ പാട്ടിൽ ഒരു വരി പോലും ഒരു വാക്ക് പോലും മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം ഈ പാട്ട് ചിട്ടപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞ് അവർ പിരിയുകയായിരുന്നു. പക്ഷേ ദിവസങ്ങൾക്കകം ഇന്ന് നമ്മൾ കേൾക്കുന്ന മനോഹരമായ ഈണത്തിൽ ഘനശ്യാമത്തെ തൻ്റെ വരുതിയിലാക്കി മാറ്റി എം ജി രാധാകൃഷ്ണൻ. അതൊക്കെയാണ് രാധാകൃഷ്ണൻ്റെ ഏറ്റവും വലിയ ഗുണം. അത് പാടാനായിട്ട് നമ്മുടെ ഗാനഗന്ധർവനെ കിട്ടി എന്നുള്ളത് അതിനേക്കാൾ വലിയ ഒരു സൗഭാഗ്യം. അങ്ങനെ എത്രയോ കാലം ഈ പാട്ട് യുവജനോത്സവ വേദികളിൽ നിരന്തരം മുഴങ്ങിക്കേൾത്ത ഒന്നാണ്. ലളിതഗാന രംഗത്തെ പേരും പെരുമയും രാധാകൃഷ്ണനെ അധികം വൈകാതെ ചലച്ചിത്ര രംഗത്തെത്തിച്ചു. കെ രാഘവനാണ് അതിന് വഴിയൊരുക്കിയത്. കള്ളിച്ചെല്ലമ്മയിലെ ഉണ്ണിഗണപതിയെ എന്ന പാട്ട് CO ആൻ്റണിയുമായി ചേർന്നാണ് അദ്ദേഹം ആദ്യമായി പാടിയത്. ഉണ്ണിഗണപതിയെ വന്നു വരം തരണേ എന്ന പാട്ട്. ഈ പാട്ടിന് വേണ്ടി അദ്ദേഹം മദുരാശിയിലേക്ക് വളരെ ആവേശത്തോടു കൂടിയാണ് പോയത്. ഒരു ചലച്ചിത്ര പിന്നണി ഗായകനാവുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ. അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ വളരെ ആഹ്ലാദത്തോടെ മദുരാശിയിലെത്തുകയും അവിടെ കെ രാഘവൻ്റെ ശിക്ഷണത്തിൽ ആ പാട്ട് പഠിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഒരു തകരാറ് പറ്റി. അതിൻ്റെ ശബ്ദലേഖനം നടക്കേണ്ട ദിവസം സാങ്കേതിക വിദഗ്ധർ പണിമുടക്കുകയും അന്ന് അതിൻ്റെ റെക്കോർഡിംഗ് നടക്കാതെ പോവുകയും ചെയ്തു. വളരെ കടുത്ത നൈരാശ്യത്തോടെ സ്റ്റുഡിയോയിൽ നിന്ന രാധാകൃഷ്ണനെ തോളിൽ തട്ടി ഉണർത്തിയത് സാക്ഷാൽ പ്രേം നസീറായിരുന്നു. ആ കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിലെ നായകൻ പ്രേം നസീറാണ്. അപ്പോൾ ഇതിലെ പാട്ടുകൾ ഒന്ന് കേട്ടാലെന്ത്, അല്ലെങ്കിൽ ആ പാട്ടുകളുടെ റെക്കോർഡിംഗ് ഒന്ന് കണ്ടാലെന്ത് എന്ന് ആലോചിച്ചിട്ടാണ് നിത്യഹരിത നായകനായ പ്രേം നസീർ എന്ന് അവിടെ വന്നത്. വല്ലാത്ത വിഷാദത്തോടെ നിന്ന രാധാകൃഷ്ണനെ കണ്ടിട്ട് എന്താണ് ഈ സങ്കടത്തിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഇന്നത്തെ റെക്കോർഡിംഗ് നടന്നില്ല എന്ന് അദ്ദേഹം വളരെ വേദനയോടെ പ്രേം നസീറിനെ അറിയിച്ചു. തോളി തട്ടിയിട്ട് പ്രേം നസീർ അദ്ദേഹത്തോട് പറഞ്ഞു, അസേ സാരമില്ല, എനിക്ക് എത്രയോ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു, ഇതൊക്കെ സിനിമയിലുള്ളതാണ്, നിങ്ങൾക്ക് ഇത് ആദ്യത്തെ സംഭവമായത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ വല്ലാതെ വേദന തോന്നുന്നത്. നാളെ അതിൻ്റെ റെക്കോർഡിംഗ് നടക്കും, കുഴപ്പമില്ല, സമാധാനമായി ചെന്ന് വിശ്രമിക്കൂ എന്ന് പറഞ്ഞ് പ്രേം നസീർ പോവുകയും പിറ്റേ ദിവസമാണ് ഈ പറഞ്ഞ പാട്ട് CO ആൻ്റണിയോടൊപ്പം ചേർന്ന് അദ്ദേഹം പാടുകയും ചെയ്തത്. പിന്നീട് അദ്ദേഹം ധാരാളം പാട്ടുകൾ പാടി. അവിസ്മരണീയമാക്കിയ പാട്ടുകൾ പലതുണ്ട്.
ശരശയ്യയിലെ ഉത്തിഷ്ഠത ജാഗ്രത മാധുരിയുമായി ചേർന്ന് പാടിയ പാട്ട്, മഴക്കാറിലെ വൈക്കത്തപ്പനും ശിവരാത്രി എന്ന പാട്ട്, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിലെ പല്ലനയാറിൻ തീരത്ത് പി സുശീലയുമായി ചേർന്ന് പാടിയ പാട്ട്, ഇങ്ങനെ പലതും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും. 1978 അദ്ദേഹം ചലച്ചിത്ര സംഗീത സംവിധായകനാകുന്നത്. അതിന് കാരണക്കാരൻ ജി അരവിന്ദനാണ്. കാവാലവുമായും രാധാകൃഷ്ണനുമായിട്ടൊക്കെ അടുപ്പമുണ്ടായിരുന്ന അരവിന്ദൻ അവരുടെ കൂട്ടായ്മയിൽ വന്ന ആകാശവാണിയിലെ ലളിതഗാനങ്ങൾ കേട്ടിട്ട് അതിൽ ആകൃഷ്ടനായിട്ടാണ് തമ്പ് എന്ന ചിത്രം എടുക്കുമ്പോൾ അതിലെ പാട്ടുകൾ ഒരുക്കാൻ രാധാകൃഷ്ണനെയും കാവാലത്തെയും ക്ഷണിച്ചത്. അവരുടെ കൂട്ടുകെട്ടിൽ ആ സിനിമയിൽ പറഞ്ഞ ഒരു പാട്ടും മോശമായില്ല. ഏറെ ആളുകൾ അത് ഇഷ്ടപ്പെടുകയും പാടി നടക്കുകയും ചെയ്തു. കാനകപ്പെണ്ണ് ചെമ്മരത്തി എന്ന പാട്ടാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പിന്നീട് അദ്ദേഹം ധാരാളം പാട്ടുകൾക്ക് സംഗീതമൊരുക്കി. തൻ്റെ തനതായ ശൈലിയിൽ അദ്ദേഹം പാട്ടുകൾക്ക് സംഗീതമൊരുക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ എന്ന ചാമരത്തിലെ പാട്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു എന്ന ജാലകത്തിലെ പാട്ട് ഒ.എൻ.വി. സാർ എഴുതിയ പാട്ട് യേശുദാസ് പാടിയത് അതിനേക്കാൾ മനോഹരമാണ് ആ പാട്ട്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം എന്ന് അദ്വൈതത്തിലെ പാട്ട്, കൈതപ്രത്തിൻ്റെ രചനയിൽ പിറന്ന പാട്ട്, സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിലെന്ന ദേവാസുരത്തിലെ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ പാട്ട്, ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ ധാരാളം പാട്ടുകൾ സൂചിപ്പിക്കേണ്ടി വരും. ശ്രുതി മധുരമുള്ള ഗാനമായാലും അത്തരം പാട്ടുകളാണ് അദ്ദേഹം കൂടുതലും ഒരുക്കിയിട്ടുള്ളത്. ചടുലതാളത്തിലുള്ള പാട്ടായാലും തനിക്ക് വഴങ്ങുമെന്ന് രാധാകൃഷ്ണൻ പാട്ടുകളിലൂടെ തെളിയിച്ചു. നരസിംഹത്തിലെ പഴനിമല മുരുകന് എന്ന പാട്ടാണ് ഈ ചടുലതാളത്തിന് വേണ്ടി പറയുമ്പോൾ എനിക്ക് ഉദാഹരിക്കാൻ തോന്നി. രാധാകൃഷ്ണൻ്റെ ഏറെ പ്രശസ്തമായ മറ്റൊരു പാട്ടുണ്ട്, മണിച്ചിത്രത്താഴിന് വേണ്ടി അദ്ദേഹം ഒരുക്കിയ ഗാനം. പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി എന്ന അതിപ്രശസ്തമായ ഗാനം. ആ ഗാനം അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകമൊരു രാഗത്തിലാണ്, ആഹരി രാഗത്തിലാണ്. പുരാതന സ്പർശമുള്ള ആണ് മണിച്ചിത്രത്താഴ് എന്നതുകൊണ്ടാവാം അതിലെ ഈ ഗാനവും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് കരുതി അദ്ദേഹം മനഃപൂർവ്വം ആഹരി രാഗം തിരഞ്ഞെടുത്തത്. ആഹരി രാഗത്തിന് ഒരു വിശ്വാസമുണ്ട് ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് സംഗീതജ്ഞരുടെ ഇടയിൽ. ആഹരി പാടിയാൽ അന്നം മുടങ്ങും എന്ന ഒരു ചൊല്ലു തന്നെയുണ്ട്. പക്ഷേ അന്ധവിശ്വാസങ്ങളിൽ ഉഴറുന്ന ആളല്ല നമ്മുടെ രാധാകൃഷ്ണൻ. അദ്ദേഹം ഈശ്വരവിശ്വാസിയാണ്, ഒരുപക്ഷെ കടുത്ത ഈശ്വരവിശ്വാസിയാണ്. എങ്കിലും അന്ധവിശ്വാസത്തിൽ അദ്ദേഹം ഒരിക്കലും അടിമയായിട്ടില്ല. അപ്പോൾ ഈ പാട്ട് ഈ രാഗത്ത് ചിട്ടപ്പെടുത്തുമ്പോൾ സ്റ്റുഡിയോയിലുള്ളവരും മറ്റും അദ്ദേഹത്തോട് ചോദിച്ചു, അറിഞ്ഞുകൊണ്ട് അന്നം മുടക്കണോ എന്ന്. അദ്ദേഹം അപ്പോൾ ചിരിച്ചുകൊണ്ട്, ഒന്നും മറുപടി പറയാതെ ചിരിച്ചു തള്ളുകയായിരുന്നു അക്കാര്യം. അങ്ങനെ എന്തായിരുന്നാലും യേശുദാസിനെ കൊണ്ട് ആ പാട്ട് പാടിച്ചു, സിനിമയിൽ ഉൾപ്പെടുത്തി. സിനിമ എന്ന പോലെ തന്നെ ഈ പാട്ടും വൻ വിജയമായി. പിന്നീട് ആ വർഷത്തെ പുരസ്കാര നിർണയം വന്നപ്പോൾ മണിച്ചിത്രത്താഴിലെ പാട്ടുകൾക്ക് തീർച്ചയായും പുരസ്കാരം ലഭിക്കുമെന്ന് നാം മലയാളികൾ എല്ലാവരും കരുതിയെങ്കിലും ഈ പാട്ടുൾപ്പെടെയുള്ളവ പൂർണ്ണമായും തഴയപ്പെടുകയായിരുന്നു. അന്ന് വിധി നിർണയ സമിതിയിൽ പ്രശസ്തനായ ഒരു ഗായകൻ, മലയാളി ഗായകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്തൊക്കെയോ അതിന് ഒഴിവുകൾ പറഞ്ഞു. പക്ഷേ രാധാകൃഷ്ണൻ്റെ പ്രതികരണം മറ്റൊന്നായിരുന്നു. പുരസ്കാര നിർണയ സമിതിക്ക് ഇതിനേക്കാൾ മെച്ചമേറിയ ഒരു പാട്ട് ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാവാം ഇതിനെ തഴഞ്ഞിട്ട് മറ്റേ പാട്ടിന് കൊടുത്തത് എന്ന് വളരെ സൗമനസ്യത്തോടെയുള്ള മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത്. എനിക്ക് രാധാകൃഷ്ണനുമായി വ്യക്തിപരമായി നല്ല അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ
അദ്ദേഹം പാടിയ പാട്ടുകളേക്കാൾ, അദ്ദേഹം ചിട്ടപ്പെടുത്തിയ പാട്ടുകളേക്കാൾ ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ടും രാമായണ പാരായണത്തിൽ അദ്ദേഹം കാണിച്ച മികവ് കൊണ്ടുമാണ്. ആകാശവാണിയിലും മറ്റും അദ്ദേഹം രാമായണം വായിക്കുന്നത് കേട്ടാൽ നമ്മൾ എത്ര നേരം വേണമെങ്കിലും അങ്ങനെ അത് കേട്ടിരിക്കും. വളരെ മനോഹരമായി രാമായണ പാരായണം ചെയ്യാൻ ഇത്രയും മിടുക്കനായ ഒരാൾ വേറെ ജീവിച്ചിരുന്നിട്ടില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്നത് ദേവാസുരത്തിലെ വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ എന്ന ഒരു ചെറിയ ഭാഗം എൻ ജെ രാധാകൃഷ്ണൻ്റെ ശബ്ദത്തിലാണ് ആ സിനിമയിൽ നാം കേൾക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ ആ വരികളുടെ സ്ഫുടത, അദ്ദേഹത്തിൻ്റെ ഉച്ചാരണത്തിന്, അല്ലെങ്കിൽ അദ്ദേഹം പാടുമ്പോൾ ആലാപനത്തിനുള്ള ഏറ്റവും വലിയ ഗുണം, ഓരോ വാക്കും അദ്ദേഹം മലയാളം ഐച്ഛിക വിഷയമായി എടുത്ത് പഠിച്ചയാളാണ്. അതെന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മലയാളം വാക്കുകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവ ചിട്ടപ്പെടുത്തുന്നത്, പാടുന്നത്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ എന്നോടൊരാഗ്രഹം പ്രകടിപ്പിച്ചു. താൻ സംഗീതം നൽകിയ ലളിതഗാനങ്ങൾ, അത് ആകാശവാണിയിൽ വന്നവയാകട്ടെ അല്ലെങ്കിൽ ആൽബങ്ങളിൽ വന്നവയാകട്ടെ, എല്ലാം കൂടി ഒരു ഗാനസമാഹാരമായി പുറത്തിറക്കണം എന്ന ഒരാഗ്രഹം. അതിന് പഠനാർഹമായ ഒരു അവതാരിക എഴുതി കൊടുക്കണമെന്നും അദ്ദേഹം എന്നോട് സ്നേഹരൂപേണ പറയുകയുണ്ടായി. ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അതിനുവേണ്ടി അദ്ദേഹം പല ഗാനരചയിതാക്കളിൽ നിന്നും എഴുതിയ വരികൾ ശേഖരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ സംരംഭം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നമ്മോട് യാത്ര പറഞ്ഞ് പോവുകയാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശ്രീമതി പത്മജ രാധാകൃഷ്ണൻ, അവരൊരു തികഞ്ഞ കലാകാരിയാണ്. കഥ എഴുതും, കഥ എഴുതിക്കൊണ്ടാണ് അവർ രംഗത്തേക്ക് വരുന്നത് തന്നെ. പിന്നീട് പാട്ടെഴുതും, ചിത്രം വരയ്ക്കും, ബുൾബുൾ പോലുള്ള സംഗീത ഉപകരണം വായിക്കും. ഇതൊക്കെ എനിക്ക് തന്നെ നേരിട്ട് അനുഭവമുള്ളത്. അപ്പോൾ ആ കലാകാരി പത്മജ രാധാകൃഷ്ണൻ ഈ ദൗത്യം ഏറ്റെടുക്കുകയും പലരിൽ നിന്നും രാധാകൃഷ്ണൻ ശേഖരിച്ചു വച്ച പാട്ടുകൾ ബാക്കി കൂടി സംഘടിപ്പിച്ച് എന്നെ ഏൽപ്പിക്കാമെന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ വിധി അതിനും അനുവദിച്ചില്ല. അവരെയും അകാലത്തിൽ കാലം തിരിച്ചു വിളിക്കുകയാണ് ഉണ്ടായത്. അവരുടെ രണ്ടുപേരുടെയും ആഗ്രഹം നടക്കാതെ പോയി. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും വിഷമമുണ്ട്. രണ്ടുപേരുടെയും ഓർമ്മയ്ക്ക് മുമ്പിൽ തലകുനിക്കുന്നു. ആദരാഞ്ജലികൾ.